സാബത്ത് റെസ്റ്റ്, ശബദിൻ്റെ വിശ്രമം. സാബത്ത് റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യത്തെ ചിന്ത വരുന്നത് ഉൽപ്പത്തിയിൽ 6 ദിവസവും ദൈവം തൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞ് സകലതിനെയും സൃഷ്ടിച്ചു. എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു എല്ലാം നല്ലതെന്ന്. 6-ാം ദിവസമാണ് പറയുന്നത്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഉൽപ്പത്തി ആദ്യ ഭാഗത്ത് തന്നെ ദൈവം എല്ലാത്തിനെയും എൻ്റെ വാഗുകൊണ്ട് പറയുക, സൃഷ്ടിക്കുക. ഇങ്ങനെ നമുക്ക് അതിന് മുമ്പ് വായിക്കും 30. അങ്ങനെ താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസത്തെ കാര്യം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിർവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിർവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. കണ്ടോ? 7-ാം ദിവസമായപ്പോൾ 6 ദിവസം കൊണ്ട് എല്ലാം, ഈവൻ ലാസ്റ്റിൽ മനുഷ്യനെ വരെ 6-ാം ദിവസത്തിൻ്റെ ലാസ്റ്റിലായപ്പോൾ എല്ലാം ഭംഗിയായിട്ടുണ്ടാക്കി. മനുഷ്യർക്ക് ജീവിക്കേണ്ട സകലതും ഒരപ്പൻ കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നത് പോലെ ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കി. സകലത്തിനും ഒന്നിനും കുറവില്ലാതെ അവിടെ അവരെ ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അത് കഴിഞ്ഞിട്ട് 7-ാം ദിവസമാകുമ്പം ദൈവം എല്ലാം നല്ലതാണെന്ന് കണ്ടിട്ട് 7-ാം ദിവസം റെസ്റ്റ് ചെയ്തു. കാരണം ഇത് അനുഭവിക്കണ്ടേ. നമുക്കുള്ളൊരു ദൂഷ്യം എന്ന് വെച്ചാൽ എന്ന് സ്ട്രൈവിങ് എന്ന് പറയും. അതായത് അങ്ങ് ബന്ധപ്പാടോട് നമ്മളൊരു കൺവെൻഷന് ചെന്നിരിക്കട്ടെ, അല്ലെ നമ്മളൊരു പ്രാർത്ഥന കൂട്ടം, അത് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ കൂട്ടത്തിൽ ഒറ്റയൊരു മനുഷ്യൻ ചിരിക്കുന്നത് നമ്മൾ കാണൂല. പാപഭാരം, നീതിബോധം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ആയിക്കോട്ടെ. ഈ പാപഭാരവും നീതിബോധവും കൊണ്ട് ആരെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ മാത്രമേ പിന്നെ ചിന്ത വരത്തുള്ളൂ. ആ കൂടെ നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തി കാണും. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഒരു സെൻറ്റൻസ് കൊണ്ട് പാപം തീർത്തിട്ട് നമ്മളെ ദൈവത്തിൽ സന്തോഷിക്കുന്ന മക്കളാണെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ വേദനയും കൊണ്ട് തിരിച്ചു കയറിപ്പോവുകയാണ്. നമ്മളോട് പറയുന്നത് എല്ലാം നല്ലതാണെന്ന് കണ്ട് സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. ഇങ്ങനെ ആകാശവും ഭൂമി അവയിലെ ചരാചരങ്ങളൊക്കെയും തികച്ചു. എല്ലാം സൃഷ്ടിച്ചെന്ന ദൈവമാണ്. വാഗൊണ്ട് പറഞ്ഞ് സൃഷ്ടിച്ചു. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ. അത് കഴിഞ്ഞിട്ട് താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം ഉണ്ട് പൂർത്തിയാക്കിയൊരു ദൈവമാണ്. താൻ ചെയ്ത സകല പ്രവൃത്തി 7-ാം ദിവസം നിർവൃത്തനായി സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തി നിന്ന് നിർവൃത്തനായതുകൊണ്ട് 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. അതാണ് നമ്മുടെ സാബത്ത് റെസ്റ്റ്. ദൈവം 6 ദിവസം ചെയ്തതിൽ സന്തോഷിക്കുകയാണ്. അതിനെ ശുദ്ധീകരിക്കുന്ന, അതിൽ സന്തോഷിക്കുന്നു. നമ്മളെപ്പോഴാണ് സന്തോഷിക്കുന്നത്? ആഴ്ചയിൽ ഒരു ദിവസം സന്തോഷിക്കാൻ മാത്രമായിട്ട് വെച്ചിട്ടുണ്ടോ? ശരി, ഞായറാഴ്ച നമുക്ക് സാബത്ത് റെസ്റ്റായിട്ട് നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കും. നമ്മൾ രാവിലെ പള്ളിയിൽ പോകും, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മീറ്റിംഗ് ഉണ്ട്, അതിന് പോകും. പിന്നെ അതിനകത്ത് വേറെ വല്ലവരും മിക്കവാറും ഞായറാഴ്ച ദിവസമാണല്ലോ നമ്മളെല്ലാവരും കാണാൻ പോകും. അപ്പോൾ ഞായറാഴ്ച വൈകിട്ടാകുമ്പോൾ എല്ലാ ദിവസത്തെക്കാട്ടിലും ക്ഷീണമായിട്ട് പിന്നെ തിങ്കളാഴ്ച ഒന്നിനും കൊള്ളത്തില്ല. നമ്മുടെ കാര്യം നമ്മളൊരു ബാലൻസ്ഡ്, അതായത് ദൈവത്തെ സ്തുതിച്ച് നമ്മളിൽ ആത്മാവിൻ്റെ ഒരു നിറവ് ഉണ്ടായില്ല എങ്കിൽ ഞായറാഴ്ച ദിവസം തിങ്കളാഴ്ച ആകുമ്പോൾ നമ്മൾ ഓൾറെഡി ടയേർഡായി. ബിക്കോസ് വി ആർ സെൽഫ് റൈച്ചസ് ആണെന്ന് ഓർക്കണം. അതേസമയം ദൈവം അറിയാത്ത വ്യക്തികളാണെങ്കിൽ ശനിയും ഞായറും അവർ എവിടെയെങ്കിലും ഒരു വെക്കേഷൻ എന്നും പറഞ്ഞ് പോകും. പോയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കുമായിരിക്കും. അവിടെ പിന്നെ അവിടെയുള്ള ആക്ടിവിറ്റീസ്, അവിടെയുള്ള സ്വിമ്മിങ്, ഫുട്ബോള്, പിന്നെന്താ ജിമ്മ്, എല്ലാം ചെയ്ത് തീർത്തേച്ച് ഉള്ള കാര്യങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് ശനിയാഴ്ച രാത്രി വീണ്ടും തിരിച്ച് തിങ്കളാഴ്ച ജോലിക്ക് പോകണം. തിങ്കളാഴ്ച ആകുമ്പോൾ ദേ ആർ നോ ഗുഡ്. ഇതാണ് മാനുഷികമായിട്ട് കാണുന്നതും ആത്മീയമായിട്ട്. ബിക്കോസ് ആത്മീയമായിട്ട് കാണുന്നതിൽ സെൽഫ് റൈച്ചസ്നെസ്സിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ യു ആർ നോട്ട് ഗെറ്റിംഗ് റിഫ്രഷ്ഡ്. അതല്ല, ഞാനെല്ലാം മറന്ന് എൻ്റെ ഭാരം എല്ലാം ഇറക്കി വെച്ച് അവിടെ അല്പനേരം ഇരുന്ന് സന്തോഷിക്കാനാണ് പോകുന്നതെങ്കിൽ യു ഗെറ്റ് റിഫ്രഷ്ഡ്. സോ ഇറ്റ് ഈസ് ദി ആറ്റിറ്റ്യൂഡ്. എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്നുള്ളതാണ്. എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ എൻ്റെ കാര്യം പറയാനല്ല, അവനിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യാനാണ് ഞാൻ പോകുന്നതെങ്കിൽ എൻ്റെ കർത്താവ് എല്ലാം മറന്ന് നിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു സന്തോഷം. ഈ ദൈവത്തെ അറിയാത്തവർ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ആദ്യത്തെ അവരുടെ എക്സ്പ്രഷൻസ് കണ്ടിട്ടുണ്ടോ? അവരെപ്പോഴും പറയും, ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടില്ലായിരുന്നു, സത്യദൈവം ആരെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അവസാനം ഞാൻ ചോദിച്ചു, പലയിടത്തും അന്വേഷിച്ചു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, പിന്നെ ദൈവമേ നീ സത്യമാണെങ്കിൽ നീ എന്നോട് സംസാരിക്കണമേ എന്ന് പറയുമ്പോൾ യേശു വന്ന് തൊടുമെന്ന് പലരുടെയും സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ. അപ്പോൾ അവരെന്താ പറയുന്നതെന്ന്,
കർത്താവിൻ്റെ ഒരു വിരൽ തൊടുമ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ്, ആ ദൈവസ്നേഹം അവരുടെ ശരീരത്തിലോട്ട് ഒരു ഫ്ലഡ് ഗേറ്റ് പോലെ അങ്ങോട്ട് ഒഴുകുമെന്ന്. നമ്മുടെ ശരീരത്തിൽ ദൈവസ്നേഹം ഒഴുകിയത് എപ്പോഴാണ്? ഒഴുകുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നുണ്ട്, അല്ല ഇത് ഒഴുകണ്ടേ? അഹറോൻ്റെ താടിയിൽ കൊടുക്കുന്ന അഭിഷേക തൈലം അകത്തൂടെ വന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്, നമ്മൾ അറിയണ്ടേ? അതിന് നമ്മൾ പരിശ്രമിക്കുകയാണ്. കർത്താവ് ഇതൊന്ന് കാണിച്ചു തരണേ, എന്നെ നീ ഇത് ചെയ്തത് എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് 4 പേര് ഉറപ്പിച്ച് പറയുമ്പോൾ നമുക്ക് ബലം വരും. അപ്പോൾ ഒരാൾ അസുഖമായിട്ട് കിടക്കാൻ നമ്മൾ ചെന്നേച്ച് പറയും, അസുഖം, അയ്യോ എനിക്ക് വയ്യ, മരുന്നാണ്, എൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ആര് പറഞ്ഞു അസുഖമാണെന്ന്? ഇതൊക്കെ മാറ്റാൻ കഴിവുള്ള ദൈവം കൂടെയില്ലേ? ഒന്ന് വിശ്വസിച്ചൊന്ന് എഴുന്നേറ്റ് 4 പ്രാവശ്യം പറയുമ്പോൾ അവർ എഴുന്നേറ്റിരിക്കുന്നത് കാണാം. എന്താ? വാക്കുകൾക്ക് ശക്തിയുണ്ട്, വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മൾ എന്ത് താലോലിക്കുന്നു? മരുന്നിനെ താലോലിച്ച എന്നും മരുന്നിന് അടിമയാകും. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് എന്നും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഈ അസുഖം എന്ന് പറഞ്ഞ ചെറിയ പനി വന്നാൽ പോലും നമ്മൾ ഉടനെ ആശുപത്രി ചെന്നാലോ ആദ്യമേ തന്നെ അവർ നോക്കും. കാശ് തരാൻ സൗകര്യമുള്ളവരാണെങ്കിൽ മിക്കവർക്കും ഇൻഷുറൻസ് കാണും, ഇല്ലാത്തവർക്ക് ഓക്കെ അതിനനുസരിച്ച് ടെസ്റ്റുകളുടെ നമ്പറും കൂടും. എവറിത്തിങ് ചേഞ്ച്. പണ്ടത്തെ പോലെ മനസാക്ഷിയോട് ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട്? ഈവൻ എല്ലാ പ്രൊഫഷനിലും, ഈവൻ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഏത് പ്രൊഫഷൻ എടുത്താലും ഈ ബലഹീനത നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ സാബത്ത് റെസ്റ്റിൽ എൻ്റർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ. ആരുടെയാ? ദൈവത്തിൻ്റെ. അതാണ് ഞായറാഴ്ച സംഭവിക്കേണ്ടത്. ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. അപ്പം ദൈവം നേരത്തെ ഉൽപ്പത്തി 1 2-ാം അധ്യായത്തിൽ സാബത്ത് ഡിക്ലെയർ ചെയ്ത, പക്ഷേ നമ്മൾ മനസ്സിലാക്കിയില്ല. ഇന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. എബ്രായ ലേഖനം 4:7 ഞാനിപ്പം വായിച്ചത്. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു. അപ്പം ജോഷുവായും സ്വസ്ഥത കൊടുത്തില്ല. ആയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബദാനുഭവം ശേഷിച്ചിരിക്കുന്നു. ശബദാനുഭവം പിന്നത്തേക്ക് വെച്ച് ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിർവൃത്തനായി തീർന്നു. ദൈവത്തിൻ്റെ, അതായത് ദൈവം സ്വസ്ഥതയിൽ പ്രവേശിച്ചെങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന നമുക്കും അതേപോലെ സ്വസ്ഥത തരുമെന്നാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. ആണ് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ. എത്ര പേരുണ്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴെപ്പോഴും സ്വസ്ഥത അനുഭവിക്കുന്ന എത്ര പ്രായമുള്ള വ്യക്തികൾ നമുക്ക് മനസ്സിൽ വരുന്നുണ്ട്? സ്വസ്ഥതയുള്ളവർ. അല്ല, നമുക്കറിയാവുന്ന ഒരു വ്യക്തിക്ക് നല്ല സ്വസ്ഥതയുള്ളൊരു വ്യക്തി, അങ്ങനെയുള്ള ഒരാളെ നമ്മുടെ മനസ്സിലുണ്ട്. എത്രയോ പേരെ ഞാൻ വചനം അറിയാവുന്നവരുണ്ട്, വചനം അറിയാത്തവരുണ്ട്, പല രീതിയിലുള്ള ആൾക്കാർ. ആരുടെയെങ്കിലും പേര് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് ചോദിച്ചാൽ വളരെ വളരെ ചുരുക്കമാണ്. ഇച്ചിരി സമയം എടുത്തു കഴിയുമ്പോൾ 1-2 പേരുടെ പേര് വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന നാം എല്ലാവരും അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. പ്രത്യേകിച്ച് ഈ ക്രൂശുമരണം കഴിഞ്ഞ് ഉയർപ്പും കഴിഞ്ഞ് കർത്താവിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു അവിടെ ഇരിക്കുന്നത് കണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിന് ഒരു പരിഹാരം കണ്ടിട്ട് അവിടെ ഇരിക്കുന്നത്. ഞാൻ പറയുന്നെങ്കിൽ അത് അവനവൻ്റെതാക്കാൻ പാടാ, പക്ഷേ അബ്സല്യൂട്ട് ട്രൂത്ത് ഞാൻ പറയുകയാണ്. പല പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരു വചനം തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ്ലി കേൾക്കുമ്പം അത് ഹൃദയത്തിൽ ഒരു വിത്തായിട്ട് വീണ്ടും അത് കിളുക്കും. പിന്നെ കിളുക്കുമ്പോൾ ഒരു ഗുണമാണ്, അത് പെട്ടെന്ന് കിളുത്ത് നല്ല ഭംഗിയായിട്ട് വരും. കാരണം അതുപോലെ വേറെ ഉറപ്പിച്ചിട്ടാണല്ലോ നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് ഒരേ വചനം ചില സമയത്ത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞുണ്ട് ഈ സ്വസ്ഥത പറഞ്ഞു കഴിഞ്ഞ ഉടനെ കർത്താവ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ത്തുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർതിരിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നത് ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവനയും അറിയുന്നതും ആകുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, സകല അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നൊഴിക്കുന്നു. എന്താണ് പിന്നെ പറയുന്നത്? വചനമാണ്. ഈ വചനം ചെല്ലാനും വചനം ചെയ്യാത്ത ഒരു കാര്യമില്ലെന്ന്.
അപ്പം പിന്നെ വചനം രോഗസൗഖ്യത്തിന്, വചനം കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കൊടുക്കാൻ, വചനം വേദപുസ്തകം പഠിക്കാൻ, വചനം ജീർണവസ്ത്രം മാറ്റി പുതുവസ്ത്രം, വചനം നിത്യജീവൻ കൊടുക്കാൻ, എല്ലാത്തിനും ഇതിന് ഫെനേഷ്യ, അതായത് എല്ലാത്തിനും ഉത്തരം ഇതിനകത്തുണ്ടെന്നേ എത്ര പേര് വിശ്വസിക്കുന്നു. വിശ്വസ്തനായ ദൈവം. അത് കഴിഞ്ഞ് പിന്നിട്ട് എഴുതിയിരിക്കുന്ന അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കൃപ. ഇബ്രായ ലേഖനം 4:16 കൃപ ലഭിപ്പാൻ, കരുണ ലഭിക്കാൻ തത്സമയം ഓടിച്ചെല്ലുവീൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. വരുവീൻ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ എന്നാൽ മടിച്ചു നിൽക്കുന്ന എന്തിനാ? കയറുക. എൻ്റെ മനസ്സങ്ങനെ തന്നെയാണ് പറയുന്നത്. ഏതൊരു ദേശത്ത് ചർച്ചുകളുണ്ടോ അത് ഒത്തിരി പണം ചിലവാക്കി ആർക്കും എപ്പോഴും കയറി വയ്യാത്ത ഒരു സിറ്റുവേഷൻ ആക്കാതെ എല്ലാവർക്കും എപ്പോഴും കയറി വന്ന് പ്രാർത്ഥിക്കാവുന്ന ഒരു സിറ്റുവേഷനാക്കി കുറച്ച് ഭാഗമെങ്കിലും ഇടാമെങ്കിൽ അത് പലർക്കും പ്രയോജനപ്പെടും. ഒരു പ്രെയർ ഹോൾ അല്ലെങ്കിൽ ഒരു പ്രെയർ റൂം ആർക്കെങ്കിലും നമ്മൾ ഈ പഴയ പുതിയ നിയമത്തിൽ തന്നെ നമ്മൾ യേശു ക്രിസ്തുവിനെ ബാപ്റ്റൈസ് ചെയ്യാൻ ചെല്ലുമ്പോൾ, അതായത് ബാപ്റ്റൈസ് 8-ാം ദിവസം പരിശോധനയ്ക്കല്ലേ 8-ാം ദിവസം യൂക്കോസിൻ്റെ ചെല്ലുമ്പം ഹന്ന എന്ന വിധവയായ സ്ത്രീ അവിടെ തന്നെ താമസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ താമസിക്കുകയാണ്, വിധവയായ സ്ത്രീയാണ്. നമ്മളത് നോക്കുമ്പോൾ അതിനൊക്കെ സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിതെല്ലാം അടിച്ചു പൂട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ മഹത്വം എവിടെയൊക്കെയോ, ദൈവത്തിൻ്റെ മഹത്വം മാനിക്കാനൊക്കുന്നില്ല. കൊടുക്കേണ്ടതായ വില ആർക്ക് വന്നാൽ ഈ ആലയം പ്രാർത്ഥനാലയം എന്നാണ് ദൈവം പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷം ഏകദേശം 2 ആശേർ ഗോത്രത്തിൽ ഹനൂവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവർ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടി 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. യേശു കടന്നു വന്നപ്പം, അതാണ് നമ്മൾ വായിക്കുന്ന അശേർ ഗോത്രത്തിൽപ്പെട്ട ഹന്ന എന്ന പ്രവാചകി ആലയത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ആലയത്തിൽ എന്ന് പറഞ്ഞാൽ ആലയത്തിന് ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഏതൊരാലയത്തിലും അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ടീവ് റൂംസും ഹെൽപ്സും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ദൈവം എല്ലാവരും കരുതുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ അടുക്കും ചിട്ടയായിട്ട് ദൈവം എല്ലാം ചെയ്തു. എല്ലാ ഭവനങ്ങളും അങ്ങനെയാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളാലാകുന്ന നന്മ ചെയ്യുക. ഏതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ വിളിക്ക് അനുസരിച്ച് വിശ്വസ്തത പാലിക്കുക. ദൈവം ഒരു സാബത്ത് റെസ്റ്റ് കർത്താവ് ചെയ്തതിലേക്ക് കയറി സന്തോഷിക്കാൻ നമ്മളെ അനുവദിക്കട്ടെ. നാഥാ, നിൻ്റെ സന്നിധിയിലേക്ക് ഒരു സാബത്ത് റെസ്റ്റ് ചോദിച്ചു വാങ്ങിക്കുകയാണ്. റെസ്റ്റില്ലാതെ അലയുന്ന ജനങ്ങളുടെ നടുക്ക് കർത്താവ് ഇത് ചെയ്തതാ മോളെ എന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും കിട്ടിയാൽ കൊള്ളാം. അവനവൻ്റെ ജീവിതത്തിൽ 4 പേരോട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കും ബലം വരും. ദൈവം അത് ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് ഈ കിടന്ന് വിഷമിക്കുന്നത്? ഭാരപ്പെടേണ്ട, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. നിങ്ങളുടെ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടും സ്തുതിയോടും. സ്തോത്രവും സ്തുതി എവിടെ പോയി കർത്താവേ? ഞങ്ങൾക്ക് നിന്നെ അങ്ങോട്ട് ഘോഷിക്കാൻ, ആർത്തുല്ലസിച്ച് നിന്നെ സന്തോഷത്തോടെ കാണാൻ ഒക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ആത്മാവിൻ്റെ തീഷ്ണതയില്ലെങ്കിൽ അതും പ്രശ്നമായി മാറും. എല്ലാം അതിൻ്റെ ബാലൻസ് ചെയ്തെടുക്കാൻ നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈ സാബത്ത് റെസ്റ്റിലേക്ക് അകത്ത്. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഞാൻ ദൈവമാണെന്ന് അറിയുവാൻ തക്കൊണ്ട് നിൻ്റെ അടുക്കൽ വന്ന് ഇരിക്കാനുള്ള കൃപ തരണമേ. ഞങ്ങൾക്ക് വേണ്ടി എഴുന്നള്ളുമ്പോൾ ഞങ്ങളുടെ തന്നെയല്ല, ഞങ്ങളുടെ മക്കളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങൾ എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയെല്ലാം നിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അതിൻ്റെ മറവിൽ മാത്രമേ ഞങ്ങളെ നിർത്താവേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.